എനിക്കൊരു വീട് വേണം, ഒരു മുറി വേണം, പ്രാർത്ഥിക്കാൻ. മുമ്പ് ഈ അഭിഷക്തന്മാർ മുട്ടുകുത്തിയ പോലെ DL മൂടി ആ മുറിക്കകത്തോട്ട് കയറിയിട്ട് മുട്ടുകുത്തി സ്വർഗത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, കർത്താവേ, DL മൂടി എന്ന മൺപാത്രം ഇതാ ഇവിടെ ഇരിക്കുന്നു. നിന്റെ അത്യന്ത ശക്തി മതിയാവോളം ഈ മൺകൂടാരത്തിൽ പകരണം. DL മൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഇടിമിന്നൽ കണക്ക് ദൈവശക്തി വ്യാപരിച്ചു. കാറ്റ് നിറച്ച റബ്ബർ പന്ത് പോലെ DL മൂടി ആ റൂമിൽ നൃത്തം ചെയ്യാൻ തുടങ്ങി. DL മൂടി എഴുതിയത് വൈകുന്നേരം വരെ ആത്മീയ നൃത്തം നീണ്ടു. വൈകുന്നേരമായപ്പോൾ DL മൂടി വിളിച്ചു കൂവി, കർത്താവേ മതി, കർത്താവേ മതി, ഇനിയും പകർന്നാൽ ഈ മൺകൂടാരം പൊളിഞ്ഞു പോകും. ഷമറിയ, നീ വിമർശിക്കാതെ, നീ ആക്ഷേപിക്കാതെ, നീ പരിശുദ്ധാത്മാവിനെ കുറ്റം പറയാതെ മുട്ടിന്മേൽ നിന്ന് കരഞ്ഞു തുടങ്ങ്, പ്രാർത്ഥിച്ചു തുടങ്ങ്. കർത്താവേ, ഈ അത്യന്ത ശക്തി എൻ്റെ മേൽ പകരണമെന്ന് കരഞ്ഞു നോക്ക്. നീ മതിയെന്ന് പറയുന്നിടത്തിൽ തരാൻ എൻ്റെ കർത്താവിൻ്റെ പക്കലുണ്ട്. എത്ര പേർക്ക് ദൈവത്തെ ആരാധിപ്പാൻ കഴിയും? വാഗ്ദത്തം നിനക്കുള്ളതാ, വാഗ്ദത്തം നിന്റെ സന്തതിക്കുള്ളതാ. ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ഊരസ്ഥന്മാരായ ഏവർക്കുമുള്ളതത്രേ.